അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിൽക്കുന്ന ഒരു ജുവലറിയിലാണ്. ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഒരു ജുവലറിയാണ്. ഈ ജുവലറിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ജുവലറിയിൽ 3999 രൂപയ്ക്ക് വരെ നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും. അതായത് വെറും ഗോൾഡ് അല്ല, ഒരു ഗോൾഡ് ചെയിൻ തന്നെ ഇവിടെ നമുക്ക് ചെയിൻ മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ റേറ്റിന് ഇവിടെ കിട്ടും. ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന ഈ ജുവലറിയിൽ ഫുള്ള് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡുകൾ മാത്രമാണ്. അതും അടിപൊളി കളക്ഷൻസ് ആണ്. ഡെയിലി യൂസിന് പറ്റുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസം വേണ്ട, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ ഗോൾഡ് റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു 6000-ന് മുകളിലായിട്ടുണ്ട് ഗ്രാമിന്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഗോൾഡ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസിനും പറ്റും. കള്ളന്മാരെ പേടിക്കണ്ട, ഇത് നല്ല കട്ടിയൊക്കെ കാണാം. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന്. അപ്പം നമുക്ക് എന്തായാലും അവരുടെ അടുത്ത് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഇവിടുത്തെ മോഡലുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പോകും. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു 3999 ഇത് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ റീസൺ എന്താണ്? ഈ ഒരു ഗോൾഡ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 18 ക്യാരറ്റ് ആണ്. 18 ക്യാരറ്റ് ഗോൾഡ് 96 നോർമൽ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഓർണമെന്റ് അല്ല, ഡെയിലി യൂസിന് സ്ട്രോങ് ആയിട്ട് ലൈറ്റ് വെയിറ്റിൽ വരുന്നതാണ്. 18 ക്യാരറ്റ് ആണ്. ബാലൻസ് 75% ഗോൾഡ്, 25% അതർ ഐറ്റംസ് ആണ്. അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് 22 ക്യാരറ്റ് ആണെങ്കിൽ ഇത് വരുന്നത് എത്ര? ഇത് 18 ക്യാരറ്റ് ആണ് വരുന്നത്. അതാണ് ഇതിൻ്റെ വ്യത്യാസം പറയുന്നത്. അത് മാത്രമല്ല കുറച്ച് കട്ടിയുണ്ട്, മറ്റേതിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു ഡെയിലി യൂസ് ചെയ്യാൻ കുറച്ച് കംഫർട്ട് ആയിരിക്കും. അതെന്ന് വെച്ചാൽ സ്മൂത്ത് ആയിരിക്കും, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പൊട്ടിപ്പോത്തൊന്നുമില്ല അല്ലേ? ഇല്ല, സ്ട്രോങ് ആണ്. അപ്പോൾ ഇതിന്റെ മേക്കിംഗ് ചാർജും ബാക്കി ഇതൊക്കെ പീസ് വാല്യൂ ആണ് അതെല്ലാം മെഷർ ചെയ്യുന്നത്. പീസ് വാല്യൂ ആണ്. ഓരോ പ്രൊഡക്റ്റിനോട് ഡിസൈൻ ഡിപ്പെൻഡ് ചെയ്ത് പീസ് വാല്യൂ ഉണ്ട്. സിമ്പിളായി യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ കോളേജ് ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഓഫീസ് യൂസിനുള്ളവർക്കെല്ലാം ഒരു 1/2 ഗ്രാം 1 ഗ്രാമിൻ്റെ ഒക്കെ തിൻ ചെയിൻ ലോക്കറ്റ്, ഇത്തരം ഡിസൈൻ സെറ്റുകൾ. ഓക്കെ, ഇപ്പോൾ 1 ഗ്രാം 1.5 ഗ്രാമിൻ്റെ ചെയിൻ, 1/2 ഗ്രാമിൻ്റെ ലോക്കറ്റ്. പിന്നെ ഇത് നമുക്കൊരു 3 ഗ്രാമിലൊക്കെ 18 ക്യാരറ്റ് ചെയിൻ വാങ്ങുകയാണെങ്കിൽ 4 ഗ്രാം 3.5 ഗ്രാമിൻ്റെ താലിയും അതിലിടാൻ പറ്റും. യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഈ ചെയിൻ 1/2 ഗ്രാമാണ്. ഇതേ സെയിം ചെയിൻ 3 ഗ്രാം 4 ഗ്രാം ആയിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് 4 ഗ്രാമിൻ്റെ തന്നെ താലിയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഡെയിലി യൂസ് കംഫർട്ടാണ്. ഇതല്ല, പിന്നെ സേഫാണ്. അത്രയും സിമ്പിളായി പൊട്ടിപ്പോകുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല. സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡാണ്, അതുകൊണ്ട് തന്നെ സേഫാണ്. അപ്പോൾ ഇത് ഈ 18 ക്യാരറ്റ് ആകുമ്പോൾ ഒരുപാട് പേർക്കൊരു സംശയം കാണും. നമ്മൾ ഈ ഒരു ഗോൾഡ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചിത് റീസെല് ചെയ്യുമ്പോൾ ഉള്ള സ്വർണ്ണ വില എന്ത് വിലയ്ക്ക് വാങ്ങുന്നോ ആ വിലയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വാങ്ങുന്ന വിലയുണ്ട്. ഒരു കസ്റ്റമർ ഒരു വാല്യൂ ഇട്ട് റേറ്റിന് വാങ്ങുന്നു, ആ വാല്യൂ തന്നെയാണ് അതിൻ്റെ എപ്പോഴും. ഗോൾഡ് റേറ്റ് എന്താണോ ആ മെഷർ ചെയ്യുന്ന റേറ്റ് തന്നെയാണ് 18 ക്യാരറ്റ് റേറ്റ്. പ്യുവർ എന്ന് പറയുന്നത് 24 ക്യാരറ്റും 96 എന്ന് പറയുന്നത് 22 ക്യാരറ്റും ആണ്. ഇത് അതിന് താഴെ വരുന്ന 18 ക്യാരറ്റ് പ്രൊഡക്റ്റ് ആണ്. അത് എല്ലാം സെയിം ഒരു ഷെഡ്യൂൾ തന്നെയാണ് അതെല്ലാം വരുന്നത്. അതായത് നമ്മളിപ്പോൾ മേടിക്കുന്ന വിലക്ക് എന്തായാലും നമുക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ സെയിം വാല്യൂ കിട്ടും. നമ്മളിപ്പോൾ ഒരു ഗോൾഡ് ഓർണമെന്റ് വാങ്ങിച്ച് ഫ്യൂച്ചറിൽ കൊടുത്താൽ അതിന്റെ മേക്കിംഗ് ചാർജോ ബാലൻസ് എമൗണ്ട് ഒന്നും കിട്ടില്ല. സ്വർണ്ണം എന്താണോ ആ വില മാത്രം. ഈ പ്രൊഡക്റ്റ് അത് തന്നെയാണ്. നമ്മൾ എന്ത് വിലയ്ക്ക് വാങ്ങിച്ചോ ആ സ്വർണ്ണത്തിന് അതിന്റെ വില, അതുപോലെ തന്നെ അതിന്റെ വാല്യൂ എന്തുകൊണ്ടോ ആ സെയിം കിട്ടും. അതുപോലെ തന്നെ ബാലൻസ് വരുന്ന മേക്കിംഗ് അത് എന്തൊക്കെയാണോ അതെല്ലാം ലോസ് ആണ്. ഓക്കെ, ഈ ഒരു ഷോറൂമിൽ ഈ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാത്രം ഐറ്റംസ് ആണ് വരുന്നത് അല്ലേ? നമ്മുടെ ഇപ്പൊ ഈ നിലവിൽ അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ഷോറൂം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ലൈറ്റ് വെയിറ്റിൽ മാലകൾ അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്? മൊത്തം ബാംഗിൾസ് ഉണ്ട്, ലോക്കറ്റ്സ്, ബ്രേസ്ലെറ്റ്, പിന്നെ ചെറിയ റിങ്സുകൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാ കാറ്റഗറിയും 6 ഗ്രാം മുതലുള്ള റിങ്ങുകൾ, എല്ലാ പ്രൊഡക്റ്റും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത് അല്ലേ? ന്യൂ മോഡൽസ് ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ കുറച്ച് മോഡലുകളും കൂടെ കണ്ടുപോകാം.
പണ്ടൊക്കെ താലിയിൽ എല്ലാവരും പേരെഴുതി അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് താലികൾ കൂടുതലും മാർക്കറ്റിലും. ഈ പലരും അല്ലേ കല്യാണത്തിന് താലികൾ ചെയ്യാണ്, പേരൊക്കെ എഴുതി അങ്ങനെ ചെയ്യാണ്. പക്ഷെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇപ്പൊ എല്ലാവരും ചൂസ് ചെയ്യുന്ന ഈ ഒരു ഇതിപ്പോ ഒരു 3 ഗ്രാം 2 ഗ്രാമിന്റെ ഒരു 18 കാരന്റെ ചെയിൻ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ഡെയിലി യൂസിന് വേണ്ടിയിട്ട്. അത് ഡയമണ്ട് വരുന്ന മോഡലാണ്. അപ്പൊ എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ. ഇതേ കണക്ക് ഒരുപാട് മോഡലുകൾ ഞാൻ കണ്ടായിരുന്നു, പല പല മോഡലുകൾ ഈ ഒരു ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഡെയിലി യൂസിന് പറ്റിയ രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല ലവേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള കുറേ ഐറ്റംസ് അല്ലേ. ഇതുപോലെ മാച്ചിങ് ലോക്കറ്റും സെറ്റായിട്ടും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സെക്ഷൻ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടെന്ന് കാണിച്ചു തന്നതാണ്. ഇതൊക്കെ എല്ലാം ലൈറ്റ് വെയിറ്റിനകത്ത് വരുന്ന. അതെ, അപ്പോൾ നവരത്നത്തിൻ്റെയൊക്കെ മേടിച്ചിടാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ കിഡ്സിന് വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഫാൻസി, മൊത്തം ഫാൻസി ആയിട്ടുള്ള. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ടിങ് വരിക? 5,999 സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രത്യേകതകളോ അങ്ങനെ എന്തെങ്കിലും? ഇത് ഇറ്റാലിയൻ മോഡൽ വർക്കുകളാണ്. കുറച്ചും കൂടി 18 കാരറ്റിൽ തന്നെ കുറച്ചും കുട്ടികളൊക്കെ ആകുമ്പോൾ അത്രയും റഫ് ആയിട്ടുള്ള ഉപയോഗിക്കുള്ളൂ. അതാകുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിരിക്കും. ഇതിന്റെ ലിങ്ക്സും എല്ലാം സോൾഡേഡ് ആണ്. അതുപോലെ തന്നെ കുറച്ച് സേഫ് ആണ് യൂസ് ചെയ്യാൻ. കുട്ടികളൊക്കെ എങ്ങനെ കളിച്ചാലായാലും പൊട്ടാനുള്ള ചാൻസസ് കുറവാണ്. മറ്റേനെ വിട്ട് ഇതിന് കുറച്ച് സ്ട്രോങ് കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനൊക്കെ റീസെയിൽ വാല്യൂ സെയിം തന്നെയാണ്. പിന്നെ ഇതെല്ലാം കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല മോഡലുകളാണ് കുറച്ചുകൂടെ. ഈ ഗിഫ്റ്റ് പർപ്പസിനൊക്കെ ആയിട്ടും അല്ലാതെയും ഒരു 1/2 ഗ്രാം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 1 ഗ്രാമിൽ നല്ല നല്ല പാറ്റേൺസ് എല്ലാം 6,000 7,000 നല്ല ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. അപ്പോൾ ഈ കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മൾ കാണിച്ചു തരുന്നുള്ളൂ. ഇനിയും ഇഷ്ടംപോലെ പാറ്റേൺസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ബാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെലക്ട് ചെയ്തെടുക്കുക. നമുക്ക് കുറച്ചേ കാണിക്കാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ, സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ്. ബാംഗിൾസ് എന്തൊക്കെ വെറൈറ്റി ബാംഗിൾസ് ആണ് ഇപ്പോൾ? 1 ഗ്രാം മുതൽ ഡിസൈൻസ് ഉണ്ട് ബാംഗിൾസിന്റെ. 1 ഗ്രാമിന്റെ ബാംഗിൾസ് ചെയ്യുന്ന ബാംഗിൾസ് ആണ്. ഫ്ലെക്സിബിൾ. ഈ 1 ഗ്രാം ആകുമ്പോഴത്തേക്ക് ഈ ഒടിഞ്ഞു പോകും അങ്ങനെയുള്ള? അത് നമ്മൾ 18 കാരറ്റിന്റെ ബാംഗിൾസ് ആണ്. 18 കാരറ്റിലുള്ള കുറച്ചുകൂടി സ്ട്രോങ്ങും ആണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 5,999 തൊട്ട് ബാംഗിൾസ് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിൽ ഡിസൈൻസ് ഡിപ്പെൻഡ് ചെയ്ത് ഇഷ്ടംപോലെ പാറ്റേൺസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ആ ഒരു കളക്ഷൻസ് കണ്ടുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഇതാണ് ബാംഗിൾസ്. ഇതാണല്ലേ? അപ്പോൾ ഇത് 1 ഗ്രാം മാത്രമേ ഇത് വരുന്നുള്ളൂ ഒരെണ്ണം? ഇത് 1 ഗ്രാം. ഇത് വരുന്നത് റോസ് ഗോൾഡ്. ഇതെല്ലാം ഇത്രയും ഫ്ലെക്സിബിൾ ആണല്ലോ. ഓക്കെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിൽ 75% ഗോൾഡ്, ബാലൻസ് എല്ലാം ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ തന്നെ 916 ഇതേ സെയിം മോഡല് 22 കാരറ്റ് 916 വാങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നു. ഇത് നോർമലി ബെൻഡായി കഴിഞ്ഞാലും റിമിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ബെൻഡായി ഇങ്ങനെ ആയെന്നുണ്ടെങ്കിലും നമുക്ക് ഓറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. യൂസ് ഇപ്പോൾ 2-3 പീസസ് ഇല്ല. ഇപ്പോൾ റോസ് ഗോൾഡ് 2 വള, സെൻട്രൽ ഒരു യെല്ലോ ഗോൾഡിന്റെ വളയൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ലപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഇത് റോസ് ഗോൾഡിലും വരും, യെല്ലോ വൈറ്റ് ഗോൾഡും ഉണ്ട്. 3 ഷെയ്ഡും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇഷ്ടമുള്ളത് വന്ന് സെലക്ട് ചെയ്തെടുക്കുക. അത്യാവശ്യം ഇത് കണക്ക് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഡെയിലി യൂസിനും അടിപൊളിയായിരിക്കും. അപ്പോൾ അടുത്ത ഐറ്റം എന്തായിരുന്നു? നമുക്ക് ബ്രേസ്ലെറ്റ് വരുന്നുണ്ട് 1 ഗ്രാം മുതൽ സ്റ്റാർട്ടിങ്ങിൽ ഫാൻസി ഡിസൈൻ. അതും 1 ഗ്രാമിൽ തന്നെ? 1 ഗ്രാം തന്നെയാണ്. പ്രത്യേകതകൾ ഒരുപാടാണ് കേട്ടോ. ഇവിടെ എല്ലാം 1 ഗ്രാം മാത്രമല്ല, 1/2 ഗ്രാമിൽ ബേബിക്കും ഉണ്ട്. ബേബി ഡിസൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1/2 ഗ്രാമിലാണ്. 1/2 ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തും ഫാൻസി വരുന്നുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡിസൈൻഡ് എന്തെങ്കിലും ഇതുണ്ടോ അതോ എല്ലാ പാറ്റേണും നമ്മൾ ചെയ്യും? എല്ലാ പാറ്റേണും നമ്മുടെ ഓൾറെഡി സ്റ്റോക്ക് എല്ലാ ഡിസൈൻസും ഉണ്ട്. മോസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം നമ്മുടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ എല്ലാ പാറ്റേൺസും ഉണ്ട് നമ്മുടെ കയ്യിൽ.
അത് പ്ലെയിനും ഉണ്ട്, ഇനാമൽ ടൈപ്പ് ഉണ്ട്, ഗ്ലാസ് ഇനാമൽ, സ്റ്റോൺ ടൈപ്പ് എല്ലാ പാറ്റേണും ഉണ്ട്. ഓക്കെ. പിന്നെ ബ്ലാക്ക് ബീഡ്സ് ഇപ്പോൾ ഒരു മോഡലാണ്. ബ്ലാക്ക് ബീഡ്സ്. ബ്ലാക്ക് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റൈല് മംഗൾസൂത്ര താലി ഉണ്ട്, അതിന്റെ ട്രെൻഡിൽ വരുന്ന ബ്രേസ്ലെറ്റ് ആണ്. ബ്രേസ്ലെറ്റ് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഗോൾഡ് വിത്ത് 18 കാരറ്റ്. ഓക്കെ. അതിൽ തന്നെ ഒരുപാട് മോഡലുണ്ട് കേട്ടോ, ഞാൻ എടുത്ത് കാണിച്ചു തരാം. അവിടെ ഇരിക്കുമ്പോൾ ക്ലിയർ ആവത്തില്ല, കണ്ടോ? അത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ഒരു. നീറ്റാണ്. ഇതിൽ വരുന്നത് സ്റ്റോൺസ് ഒക്കെ വരുന്നത് ബ്ലാക്ക് ബീഡ്സ്, സിർക്കോണിയ സ്റ്റോൺസ്, പിന്നെ ഒരു ക്രിസ്റ്റൽ സ്റ്റോൺസ്. ക്രിസ്റ്റൽ സ്റ്റോൺസ് നാച്ചുറലാണ് അത്. സ്റ്റോണും നോർമൽ ഇതല്ല, ഫസ്റ്റ് ഗ്രേഡ് വരുന്ന സ്റ്റോൺസ് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ മേക്കിംഗ് ചാർജിന് വ്യത്യാസം വരുന്നത്? ഇതും പീസ് റേറ്റ് തന്നെയാണ്. എല്ലാം പീസ് റേറ്റ് തന്നെയാണ്. ഈ പ്രൊഡക്റ്റുകളെല്ലാം 18 കാരറ്റിൻ്റെയാണ്. അത് നമ്മൾ ഡയമണ്ട് ഓർണമെന്റ് വാങ്ങുന്നു, അത് വാങ്ങുന്നത് ആ ഡയമണ്ടിനാണ് വാല്യൂ. ഓക്കെ. അതുകൊണ്ടാണ് അത് ആ ഡയമണ്ട് ഓർണമെന്റ് എല്ലാം 18 കാരറ്റ്. അതുപോലെ തന്നെ ഇതിന്റെ ചെയ്യുന്ന ഡിസൈൻസും കാര്യങ്ങളെല്ലാം സേഫ്റ്റിക്കും അതുപോലെ തന്നെ സ്ട്രോങ് ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ മേക്കിങ്ങിന്റെ വ്യത്യാസങ്ങളുണ്ട്. അതാണ് ഇതിനകത്ത് ഈ പറയുന്ന മെയിൻ കാര്യം. നമുക്ക് ഡെയിലി യൂസിന് പറ്റും. അതായത് നമുക്ക് എന്താ പറയുക, സ്കൂളിലാണെങ്കിലും ടീച്ചർമാർക്കൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ തോന്നുന്നല്ലേ. നമ്മളിപ്പോൾ നോർമൽ ചെയ്യുന്ന ഒരു നോർമൽ ഡിസൈൻ ബാങ്കിളോ വളയാണെങ്കിൽ അത് ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതും 2 ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കുകളാണ്. പക്ഷെ ഇത്തരം മോഡലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു വർക്കിന് വേണ്ടി ഒരാഴ്ചയോ 1.5 ആഴ്ചയോ ആൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടി അതിൻ്റെതായ കോസ്റ്റും വരും. പക്ഷെ നമ്മൾ മാക്സിമം നല്ല റീസണായിട്ടുള്ള റേറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ വന്നിരിക്കുന്നത് ലോക്കറ്റിൻ്റെ സെക്ഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ലോക്കറ്റൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അതായത് ലെറ്റേഴ്സിൻ്റെ ലോക്കറ്റ് ഞാനിതങ്ങനെ കണ്ടിട്ടില്ല, ഈ ഒരു ഫിനിഷിങ്ങിലും ഇങ്ങനെ കണ്ടിട്ടില്ല. ഒന്ന് കാണിച്ചു കൊടുത്തത് ഇത് കണ്ടോ, ഓരോന്നും കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താ ഇത്? 18 കാരറ്റ് തന്നെയാണ്, പക്ഷേ ഇത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണ്. അന്ന് യൂസ് ചെയ്ത് അതിൻ്റെ എന്നെ ഒന്ന് പിടിച്ചൊന്ന് ബെൻഡാക്കും. മോഡൽ ഇങ്ങനെയാണ്. ഇങ്ങനെ ബെൻഡ് ചെയ്താലും കുഴപ്പമില്ല, തിരിച്ചതേ കണക്ക് തന്നെ വരുന്നുണ്ട്. അതായത് പിടിച്ചിങ്ങനെ ഞാൻ ബെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അത് തിരിച്ചതേ ആ ഒരു പൊസിഷനിൽ വരുന്നുണ്ട്. നല്ല ഇതായിട്ട് നല്ല ഫാൻസിയാണ്. 200 മില്ലി മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഒരു 1 ഗ്രാമിന്റെ ചെയിനോ അല്ലെങ്കിൽ 1/2 ഗ്രാമിന്റെ ചെയിനോ ലോക്കറ്റിലിടാം. അതുപോലെ തന്നെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് എന്ത് പ്രൈസ്? പറഞ്ഞ പോലെ കപ്പിൾസിനൊക്കെ ആണെങ്കിൽ ലെറ്റർ, അതെ കപ്പിൾസിന് പറ്റിയതാട്ടോ. നിങ്ങൾക്ക് ലെറ്ററൊക്കെ വലിയ പ്രൈസ് ഒന്നും ആവത്തില്ലെന്ന് തോന്നുന്നത് അല്ലേ? 1399, 1399 രൂപയേ ഉള്ളൂ. എന്തായാലും കപ്പിളിന് വേണ്ടി അതൊക്കെ ചിലവാക്കാൻ പറ്റുമല്ലോ. ലെറ്റർ മേടിക്കാം, കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു കളക്ഷൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇതൊരെണ്ണം കണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു വെറൈറ്റി ഇതാണല്ലോ. ഇറ്റാലിയൻ ടൈപ്പ് പാറ്റേൺ ആണ്. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഈ ഒരു പീ നല്ല രസമുണ്ട്. ആ ഒരു ചെയിനകത്ത് കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഗോൾഡ് ഇതിന്റെ ഷൈനിങ്ങിന് വ്യത്യാസമുണ്ട്. ഇത് സിംഗിൾ പോളിഷിൽ വരുന്ന ഷൈനിങ് അല്ല. 2-3 ടൈംസ് ചെയ്താലാണ് ഈ പോളിഷിങ് നല്ല നിൽക്കുള്ളൂ, ലൈഫ് കിട്ടുള്ളൂ. നമുക്കിപ്പോൾ യൂസ് ചെയ്തതിന്റെ ഭംഗി കുറയാന്ന് പറയും. ഇത് അങ്ങനെയല്ല. ഇത് പോളിഷ് 2-3 സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫിനിഷിങ് കുറച്ചുകൂടെ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. നമ്മൾ മറ്റേതുപോലെ സ്ക്രാച്ചസ് വീണ് അങ്ങനെയൊന്നും പോകില്ല, കുറച്ചുകൂടെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെയും പ്രൈസ് ഒക്കെ ആ റേഞ്ച് തന്നെ വരുള്ളൂ. അപ്പോൾ കുഴപ്പമില്ലാത്ത പ്രൈസിങ് ഒക്കെയാണ്. ഇതൊക്കെ യൂസ് ചെയ്യാം. അതിൻ്റെ തന്നെ ഒരു 3 ലെറ്റേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം ആർക്കെങ്കിലും ഇപ്പോൾ ഒരു ലെറ്റർ വേണം. ഇപ്പം എൻ്റെ അക്ഷരം ജെ ആണ്, അപ്പൊ ജെ അങ്ങനെ അധികം വരാറില്ല. അപ്പൊ അത് അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിന് എത്ര ദിവസമാണ് പറയുന്നത്? 50 to 20 days വരും. 50 to 20 days. പാറ്റേൺ നമ്മൾ നോർമൽ കാണുന്ന ഫിനിഷിംഗ് ഐറ്റംസ് അല്ല, എല്ലാം കുറച്ച് ഇമ്പോർട്ടഡ് പോലത്തെ ഐറ്റംസ് ആണ്. നമ്മൾ എക്സിബിഷനിൽ നമ്മൾ അവിടെ കളക്ട് ചെയ്യുന്ന ഡിസൈൻസുകളാണ്. നമ്മളൊരു ഓർഡർ കൊടുത്താൽ അവർ ടൈം പീരീഡ് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു 15-20 ദിവസം ഇങ്ങനെയുള്ള, അതായത് കോമൺ അല്ലാത്ത, എന്നെ പോലെ കോമൺ അല്ലാത്ത ലെറ്റേഴ്സ് വരുന്നവർക്കൊക്കെ ഈ അത്രയും സമയം എടുക്കും. അപ്പോൾ നമ്മളിപ്പോൾ റിങ്സിൻ്റെ കളക്ഷനിലോട്ട് വന്നു. അപ്പോൾ ഈ റിങ്സിൻ്റെ കളക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഇത്രയും റിങ്സ് കളക്ഷൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്താണ് നമുക്ക് പെട്ടെന്നില്ല ഫാൻസി ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഗോൾഡിനകത്ത് ഇത്രത്തോളം ഒരു ഫാൻസിനെസ് കൊണ്ടുവരുന്നത്, ഒരു ഫാൻസി ആയിട്ട് കൊണ്ടുവരുന്നത് ഞാൻ അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഫാൻസി. നല്ല നല്ല മോഡൽസ് 18 ക്യാരറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും. നമ്മളിപ്പോൾ ഒരു നോർമൽ റിങ് എടുത്തു, സൈസ് പ്രശ്നം വരുന്നു. അതൊക്കെ സൈസിങ് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ്. ഡിസൈനും ആണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ്. അത്രയും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം.
സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇത്. കണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ തോന്നുന്നത്, ഇത് കണ്ട സൈസ് അഡ്ജസ്റ്റ് ചെയ്തിടാം നമുക്ക്. ഇത് ഗോൾഡാണ്, അതാണ് ഇത് ഗോൾഡാണ്, സ്ട്രോങ് ആയിരിക്കും, നല്ല കട്ടിയുണ്ട്. ഞാൻ ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ തന്നെ, ഞാൻ ഇങ്ങോട്ട് പിടിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നല്ല സ്ട്രോങ് ആണ്. അതിനൊക്കെ തന്നെ മോഡൽസും എടുത്ത് പറയണം കേട്ടോ. ഇതാണെങ്കിലും ഈ ഇരിക്കുന്ന ഒരു മോഡലാണെങ്കിലും ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്, എല്ലാ സൈസിലും അവൈലബിൾ ആണ്. പാറ്റേൺ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിസൈൻസ് വരുന്നത്. അതിൽ ചില മോഡൽസ് മാത്രം സൈസ് വൈസ് ആണ് നമ്മൾ ഓർഡർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് അത് ഈ പറഞ്ഞ പോലെ 15 to 20 ആ ടൈം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയും ഉണ്ട് കേട്ടോ, 15 to 20. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുവിധം വരുന്നവർക്കെല്ലാം ഉള്ള ഇത് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അത് കണക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോഡൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് കിട്ടും. ലെറ്റർ, ഇതിൽ ലെറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കപ്പിൾ റിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? ചെയ്യാം. 15 to 20 ദിവസം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാം. അപ്പോൾ ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആകുമ്പോഴത്തേക്ക് എത്ര ഗ്രാം ആയിരിക്കും ഇതൊക്കെ വരിക? 1.5 സ്റ്റാർട്ടിങ് വരും. 1.5 സ്റ്റാർട്ടിങ് വരും. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. നമ്മൾ സാധാരണ പോലെയല്ല, നമുക്ക് ലെറ്റേഴ്സ് മാത്രം ഇങ്ങനെ നിൽക്കുന്ന നല്ല രസമുണ്ട് ഈ ഒരു മോഡൽ. എനിക്കൊന്ന് ഇതിനകത്ത് കപ്പിൾസിന് 2 അക്ഷരം മാത്രം എഴുതാം. കപ്പിൾസിന് ഒരു നല്ല ഓപ്ഷനാണ് കേട്ടോ. ഇവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. എല്ലാം വലിയ എക്സ്പെൻസീവ് ആയിട്ട് അല്ലാത്ത കുറച്ച്, എന്നാൽ എന്താ പറയുക, തിരിച്ചു കൊടുത്താൽ റീസണബിൾ ആയിട്ട് റേറ്റ് കിട്ടുന്ന എല്ലാം ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് അത് തന്നെയാണ് ഇവിടെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഒരു മോഡലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു മോഡലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ ലേഡീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മോഡലുകളുണ്ട്. എനിക്ക് തന്നെ ഇതിനകത്ത് 1-2 മോഡലുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ മോഡൽ ഇഷ്ടപ്പെട്ടു, അതിനകത്ത് ഇത്, അങ്ങനെ കുറച്ച് മോഡലുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആദ്യം ഒന്ന് കൺഫ്യൂഷൻ ആയിപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡൽ സെലക്ട് ചെയ്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടാവും. അത് ഉറപ്പാണ്. കാര്യം അത്രത്തോളം കളക്ഷൻസ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിപ്പോൾ കുറച്ച് മാത്രമേ എടുത്ത് ഇവിടെ വെച്ചോളൂ. ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ട്, ഫാൻസി ആയിട്ടുള്ളതൊക്കെ ഇരിപ്പുണ്ട്. ഞാനതിങ്ങനെ കണ്ടായിരുന്നുണ്ട്. ഇതൊക്കെ ഫാൻസി ആയിട്ടുള്ളതാണ്, ഞാൻ കണ്ടായിരുന്നു, നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഫാൻസി ആയിട്ട് വരുന്ന കുറേ ഐറ്റംസ് ഇരിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഈ റിങ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല രസമുണ്ട് കേട്ടോ. വെയിറ്റ് ഇല്ല, തീരെയും വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്, നല്ല വെയിറ്റ്ലെസ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഡെയിലി യൂസിന്, ഇതെല്ലാം ഡെയിലി യൂസിന്. ഡെയിലി യൂസ്. സ്റ്റോൺ ആണ് സെൻറ്ററിൽ. ഇതും അടിപൊളി ഒരു ഡിസൈൻ കേട്ടോ. എനിക്കിതും കൊള്ളാം. നല്ല ഭംഗിയുള്ള കുറേ ഡിസൈൻസ് ആണ് കേട്ടോ. ഇതിനകത്ത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് 2 ഗോൾഡാണോ വരുന്നത് ഇതിനകത്ത്? വൈറ്റും യെല്ലോയും ആണോ? 2 വരുന്നുണ്ട്. വൈറ്റും യെല്ലോയും വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് 2 കളർ വരുന്നുണ്ട്. അതും കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ കുറച്ച് കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. അപ്പം നമ്മൾ നേരത്തെ 2 ഡിസൈൻ കണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ലൈറ്റ് വെയിറ്റിൽ എംബോസിങ് കാണുന്നതാണ്. ഇലക്ട്രോ ഫോമിംഗ് എന്നൊരു വർക്കാണ്. കാണുമ്പോൾ ഒരു 3-4 ഗ്രാം പോലെ തോന്നുമെങ്കിലും വലിപ്പമുണ്ട്, പക്ഷെ അതിനത്ര വെയിറ്റ് ഇല്ല. 1.2 1.3 ആ റേഞ്ച് വരുന്നത്. ഓക്കെ, ലൈറ്റ് വെയിറ്റ് ആണ്, തീരെയും വെയിറ്റ് ഇല്ല. ഇത് ഈ കാണുന്ന പോലെ തന്നെ ഒട്ടും വെയിറ്റ് ഇല്ല ഇതിന്. അപ്പോൾ ഇതിനൊക്കെ പ്രൈസ് എന്ത് വരുമായിരിക്കും? 8,000 അതിനകത്ത് വരുത്തുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് കൊള്ളാം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. പക്ഷെ ഒടിഞ്ഞ പോത്തൊന്നുമില്ല, അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട്. നോക്കിയായിരുന്നു, നല്ല കട്ടിയുണ്ട്. വെറൈറ്റി മോഡലാണ് ഇത് 2. കൊല്ലത്ത് ലൈറ്റ് വെയിറ്റിന് വേറൊരു ഷോറൂം ഇല്ല. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അതായത് ലൈറ്റ് വെയിറ്റ് മാത്രമായിട്ടൊരു ഷോറൂം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ലൈറ്റ് വെയിറ്റ് പലയിടത്തും ഉണ്ടാവാം, പക്ഷേ സബ് സെക്ഷൻ പോലെ വെക്കും. പക്ഷേ ഷോപ്പ് മൊത്തം ലൈറ്റ് വെയിറ്റ് ആരും വെച്ചിട്ടില്ല. ഈ ഒരു ഷോപ്പ് ഫുൾ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പം അടുത്തൊരു സെക്ഷനിലോട്ട് പോകും. അടുത്തൊരു സെക്ഷൻ നെക്ലസ്. ഹാഫ് ഗ്രാം മുതൽ. ഹാഫ് ഗ്രാം. ഹാഫ് ഗ്രാം മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. ഇതല്ല
ഇതെല്ലാം ഇതെല്ലാം 1/2 ഗ്രാം. 1/2 ഗ്രാം. ഈ 1/2 ഗ്രാം എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും. ഇത്രയും തിന്നാണെന്നല്ലേ? അതെ, ആ ഒരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി. സ്ട്രോങ് ആണ്, 18 കാരറ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം, നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും ഇത് കംഫർട്ടായിട്ട്. കുട്ടികൾക്കാണെങ്കിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം അല്ലേ? ഇത്രയും ഫ്ലെക്സിബിൾ ആണ് ഇത്. ഇങ്ങനെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സിമ്പിളായി യൂസ് ചെയ്യാലോ. അതെ അതെ. അപ്പോൾ ആ ഒരു ടെൻഷൻ മാറിയല്ലോ. സംഭവം നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഇത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, ഞാൻ ദാ എൻ്റെ കയ്യിൽ ഇതുപോലെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലെക്സിബിൾ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ കൊള്ളാം കേട്ടോ. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുത്താലേ ചെറിയൊരു ഗിഫ്റ്റ് ചെയ്യാനൊക്കെ 6000 5000 റേഞ്ചിൽ 5999 ആ ഒരു റേഞ്ചിൽ സംഭവം അടിപൊളി. ഒരുപാട് മോഡൽസും വരുന്നുണ്ട്. ഇതിലെല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും വരുന്നുണ്ട്. എല്ലാ കളറും ഉണ്ട് അതിൽ. യെല്ലോ, ഗ്രീൻ, ബ്ലൂ. ഓക്കെ. ഈ പറഞ്ഞ പോലെ തന്നെ ഗിഫ്റ്റിംഗ് പർപ്പസ് അതിന് സൂപ്പറാണ് കേട്ടോ. ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഡെയിലി യൂസിന്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് അത് നല്ലപോലെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെ, ഒരു 10,000 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ഒരു ചെയിനും ലോക്കറ്റൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലപോലെ പുറത്തേക്ക് കിട്ടും. അല്ലാതെ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ആ റേറ്റിൽ നോക്കുന്ന ഒരു ഐറ്റം ഒരു 1.5 ഗ്രാമോ 2 ഗ്രാമിനോ റിങ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിലവോ കാര്യങ്ങളുണ്ടാവുള്ളൂ. അത് വാങ്ങുന്ന ഏത് വിലയ്ക്കാണോ ആ വിലയ്ക്ക് തന്നെയാണ് ഇതും വരുന്നത്. നമ്മളിപ്പോൾ ഇന്ന് 6805 ഇതിനാണെങ്കിൽ 18 കാരറ്റിനാണെങ്കിൽ 5710 വരുന്നത്. അത് ഞാൻ ഒരു സംശയം ചോദിച്ചു. നമ്മൾ പറഞ്ഞ നേരത്തെ അതേ റേറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഈ 5000 സംതിങ് പറഞ്ഞില്ലേ ഇപ്പൊ 18 കാരറ്റ്, അപ്പം നാളെ അത് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുമ്പോൾ ആ ഒരു ഇത് തന്നെ ഏതാണോ സ്വർണത്തിന്റെ വില ഏതാണോ ആ റേറ്റ് തന്നെ ആയിരിക്കും. നമ്മുടെ ഈ പേപ്പറിലൊക്കെ വരുന്നുണ്ട് 24ന്റെ റേറ്റ്, 22 കാരറ്റ് റേറ്റ്. അതുപോലെ തന്നെ മൊബൈലിൽ അടിച്ച് നോക്കാൻ നിങ്ങൾക്ക് ടുഡേ 18 കാരറ്റ് റേറ്റ്. ആ റേറ്റാണ് നമ്മളിവിടെ ബാക്കപ്പ് സെയിം റേറ്റ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ എടുത്ത് കാണിക്കുന്നുള്ളൂ. കാര്യം ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് എടുക്കുക. കാര്യം നമുക്ക് എടുത്ത് കാണിക്കുന്നതിന് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. ജസ്റ്റ് നമ്മൾ വരുന്ന വെച്ചാൽ ജസ്റ്റ് വന്ന് നിങ്ങൾ മോഡൽസൊക്കെ ഒന്ന് കാണാൻ എടുക്കണം എന്നുള്ള ഇതല്ല. ഡിസൈൻസ് ഇങ്ങനത്തെയുള്ള പാറ്റേൺസ് ഉണ്ട്. ഇത്രയും ലൈറ്റ് വെയിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒന്ന് കാണാൻ വേണ്ടി. അതെ, പർച്ചേസ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുമല്ല. ഒരു എന്താ പറയുക, എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾ ഇവിടെ വരും, ഇവിടെ ഓഫർ ഉണ്ട്, ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യും, അങ്ങനെ പറയുമല്ല. നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് നമ്മൾ കൂടുതലും പറയുന്നത്. കാര്യം ഇങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഓഫർ ഉദ്ദേശിച്ച ബിസിനസ് ഇപ്പോൾ സ്റ്റാൻഡിങ് അല്ല നമ്മുടെ. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഡിസൈൻസ് നിങ്ങളൊന്ന് കാണുക. ഇത്രയും ലൈറ്റ് വെയിറ്റ് കിട്ടും, നല്ലൊരു മാർക്കറ്റ് റേറ്റ് നല്ല ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വരിക, ഈ ഒരു ഷോറൂമിൽ വന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഈ കളക്ഷൻസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഗോൾഡിൽ തന്നെ വരുന്ന വാച്ചാണ്, 18 കാരറ്റിൻ്റെ വാച്ച്. ഇതിൻ്റെ മിഷൻ മാത്രം കമ്പനി ഐറ്റം, ബാക്കിയെല്ലാം ഗോൾഡ് സെയിം തന്നെയാണ്. സെയിം, കുറച്ചുകൂടെ ഇത് 8 ഗ്രാംസ് 10 ഗ്രാംസ് ആ റേഞ്ചിൽ വരുന്നതാണ്. ഓക്കെ, ഇതിന് വെയിറ്റ് ഉണ്ട്. മിഷൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ ഇനി അടുത്ത് ഇതെന്ന് പറയുന്നത് ലെഗ് ചെയിൻ ആണ് കേട്ടോ. ലെഗ് ചെയിനിൽ ഏതാണ്ട് നമ്മുടെ യെല്ലോ ഗോൾഡ് വരുന്നുണ്ട്, റോസ് ഗോൾഡ് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് വൈറ്റ് ഗോൾഡ് നമ്മൾ ചെയ്തു കൊടുക്കും. അത് ഓർഡർ അനുസരിച്ച് എടുക്കുന്നുണ്ട്. ഓർഡർ അനുസരിച്ച് അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതിനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിന് സ്ട്രോങ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 20,000 റേഞ്ച്. അപ്പോൾ ഒരു അഫോർഡബിൾ ആണ് കേട്ടോ. 20,000 റേഞ്ചിനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ലെഗ് ചെയിൻ എന്തായാലും അഫോർഡബിൾ തന്നെയാണ്. അതും നേരത്തെ പോലെയാണ്, നല്ല ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. അത്യാവശ്യം ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഫ്ലെക്സിബിൾ ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഡെയിലി യൂസ് ചെയ്യാം, സ്ട്രോങ് ആണ്, നല്ലപോലെ റഫായിട്ട് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനും എന്തെങ്കിലും മോഡലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? ഈ ഒരു പാറ്റേൺ മാത്രമാണോ അതോ
ഇതില് സേഫ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് നമ്മൾ 2-3 മോഡൽ മാത്രമേ ഇത് പ്രിഫർ ചെയ്യുന്നുള്ളൂ. പാറ്റേൺസ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിന് സേഫ് ആയിട്ട് ഇതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ചവിട്ടിലും അതൊക്കെ ഉണ്ടാകുമ്പോൾ ഡാമേജ് ആവുന്ന അത് നല്ലത് ഇത് ഇങ്ങനത്തെ ചെയ്യണാകുമ്പോൾ റൗണ്ട് ടൈപ്പ് ആണ്. നമ്മളിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും മാക്സിമം റൗണ്ട് ടൈപ്പുള്ള ഡിസൈൻസ് യൂസ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ യൂസ് ചെയ്യാനും കംഫർട്ട് ആയിരിക്കും. അതേപോലെ സ്മൂത്ത് ആണ്, പിന്നെ സേഫ് ആണ് യൂസ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ജോയിൻസ് എല്ലാം പിന്നെ നമ്മൾ ഈ മടക്കി വെച്ച് ചെയ്യുന്ന വർക്കല്ല, ഓരോ റിങ്സും സോൾഡേഡ് ആണ്. മടക്കി വയ്ക്കുമ്പോൾ അകന്നു പോകാൻ ചാൻസ് കൂടും. സോൾഡേഡ് ആയിരിക്കുമ്പോൾ സ്ട്രോങ് ആയിരിക്കും. പിന്നെ അതിൻ്റെതായ നല്ലൊരു മൂവിങ് ഡിസൈൻ ഷൈനിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡ് ഐറ്റംസ്, ഗോൾഡ് തന്നെയാണ് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് മൊത്തം വന്നിരിക്കുന്നത്. ഈ ഒരു ഷോറൂമിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ വന്ന് പർച്ചേസ് ചെയ്യാന്നല്ല ഞങ്ങൾ പറയുന്നത്, ഞാനും പറയുന്നത് നിങ്ങൾ വന്നിട്ട് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അല്ലേ? ഈ ഒരു ഷോറൂം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നും കേട്ടോ. എനിക്കും ഒന്ന് പർച്ചേസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നെ വന്ന ഒരു മോഡൽ കണ്ടു. ഇപ്പോൾ നിങ്ങൾ വന്ന് ഇപ്പം നോക്കി 2 ഡിസൈൻസ് കണ്ടു. നെക്സ്റ്റ് മന്ത് നിങ്ങൾ വെഡിങ് ആനിവേഴ്സറി എന്തെങ്കിലും ഫംഗ്ഷൻ എന്തൊക്കെ വരുന്ന സമയത്ത് ഫസ്റ്റ് പ്രിഫർ ചെയ്യുമ്പോൾ 1/2 ഗ്രാം 1 ഗ്രാം ഡിസൈൻസ് ഉണ്ട്. അതൊരു കൺസെപ്റ്റ് നമ്മൾ ഡിസൈൻസിന് വേണ്ടിയിട്ട്. അതെ, അപ്പോൾ എന്തായാലും വരിക, ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് കണക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മളെ കാണിച്ചു തരാനായിട്ട് ഇനിയും ഐറ്റംസ് ഉണ്ട്. നമുക്ക് റിങ്സ് ഇതുണ്ടല്ലേ, ഇയറിംഗ്സ് ഉണ്ട്, പിന്നെ ഡയമണ്ട്സിന്റെ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ഉണ്ട്, തിൻ ചെയിൻ ലോക്കറ്റ്സ് ഉണ്ട്, റിംഗ് സ്റ്റഡ്, ഇതേ കാറ്റഗറിയിലൊക്കെ തന്നെ ഡയമണ്ട്സ്. അപ്പോൾ എന്തായാലും ഇവിടെ വരിക, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മുടെ ചിന്നക്കട ഷാ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റ് സോക്ക ഗോൾഡ്. അപ്പം പേര് മറക്കണ്ട, ലൊക്കേഷനും മറക്കണ്ട, നിങ്ങൾ ഇവിടെ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെ എന്തിനു വന്നാലും ചേട്ടൻ്റെ പേര് ചോദിച്ചാൽ പേര് ചേട്ടൻ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടുന്ന അസിസ്റ്റൻസ് എല്ലാം ഇവിടെ ചെയ്തു തരും. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളിവിടെ വന്ന് പരിഹരിക്കുന്നതായിരിക്കും. തീർച്ചയായും നമ്മളൊക്കെ ഫസ്റ്റ് ഗ്രാൻഡിങ് അല്ലേ, അപ്പോൾ നമ്മൾ മാക്സിമം നല്ല ബെറ്റർ റേറ്റ് ആക്കിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു പാറ്റേൺസ് മാക്സിമം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ വരിക, ജസ്റ്റ് വന്ന് നമ്മുടെ ഇവിടുത്തെ ഡിസൈൻസും പാറ്റേണൊക്കെ ഒന്ന് കണ്ട് നോക്ക്. ഒരുപാട് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ തന്നെ ഇപ്പം ഞങ്ങൾ കുറച്ച് ഐറ്റംസ് മാത്രമാണ് നിങ്ങളെ കാണിച്ചത്. ഈ ഒരു ഷോറൂം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് പർച്ചേസ്, എനിക്ക് തോന്നുന്നു ഇയറിങ്സ് ആണെങ്കിൽ തന്നെയും നല്ല ചെറിയ കുഞ്ഞ് ഇയറിങ്സ് ഉണ്ട്. നമുക്ക് കുറച്ച് ഇയറിങ്സ് എൻ്റെ കൂടെ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങൾക്ക് പറ്റിയ കുറച്ച് ഇയറിങ്സ് ഉണ്ട്, ഗിഫ്റ്റ് കൊടുക്കാനും കുഞ്ഞുങ്ങൾക്ക് പറ്റിയതുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന കളക്ഷൻസിനകത്ത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് തന്നെയാണ്. അതിനകത്ത് കുട്ടികൾക്ക് ഉള്ള ഒരുപാട് മോഡലുകളുണ്ട്, ഇതുപോലുള്ള മോഡലുകൾ. അങ്ങനെ നമ്മൾ നേരത്തെ ഒരു റിങ് കണ്ടില്ലാണ്, നമ്മുടെ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സ് നമ്മൾ നേരത്തെ കണ്ട റിങ്ങിന് മാച്ചിങ് ആയിട്ടുള്ളത്. ഞാനിവിടെ വന്നപ്പം അങ്ങനൊരു ഇത് കേട്ടായിരുന്നു. അതായത് നമുക്ക് ഇപ്പം മാച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ചെയിൻ, ലോക്കറ്റ്, റിങ്, സ്റ്റഡ് മാച്ച് ചെയ്ത് ഇതെല്ലാം മാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇവിടെ ഉണ്ട്. മാച്ച് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ഈ മാരേജിനെ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 ഗ്രാം 6 ഗ്രാംസിൽ ഫുൾ സെറ്റ് 5 ഗ്രാം 6 ഗ്രാം. അപ്പോഴും നമുക്ക് ഒരു പവനാവുന്നില്ല അല്ലേ? ഒരു പവനാവുന്നതിനകത്ത് തന്നെ നമുക്ക് ഇത്ര ഐറ്റംസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു പോയിൻ്റാണ്. കാര്യം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന പർപ്പസിന് അവർക്ക് യൂസ്ഫുൾ ആവുകയും ചെയ്യും, ഒരേ സമയത്ത് ഡെയിലി അവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട കുറേ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ്. ഇവർക്ക് കുറച്ച് കളക്ഷൻസ് കൂടെ വരാനുണ്ട്. നിങ്ങൾക്ക് ഇനിയും കളക്ഷൻസ് കാണാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു പാർട്ടായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു കളക്ഷൻ ഞങ്ങൾ കാണിച്ചു തന്നതിന് ഒരുപാട് താങ്ക് യു. അപ്പം നിങ്ങൾ ഇവിടെ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഈ കൊല്ലം ഏരിയയിലൊന്നും ഇതുപോലെ കളക്ഷൻസ് ഉള്ള ലൈറ്റ് വെയിറ്റിൻ്റെ ഒരു ഷോറൂം ഞാൻ കണ്ടിട്ടില്ല.
വേറെ നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറെ ഷോറൂം ഉണ്ടോ? നമ്മുടെ നെടുമങ്ങാട്, കാട്ടാക്കട, രാജപാളയം ഉണ്ട്. പക്ഷേ നമ്മളിതാണ് സ്റ്റാർട്ടിങ് 18 ക്യാരറ്റിന്റെ ഒരു ബ്രൈഡലിന് വേണ്ടി ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൊല്ലത്താണ് സ്റ്റാർട്ടിങ്. ഇത്രയും ഷോറൂം ഉണ്ടായിട്ട് പോലും നമ്മുടെ കൊല്ലത്താണ് ലൈറ്റ് വെയ്റ്റിൻ്റെ ഷോറൂം അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.